ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പുഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് പാല്, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ തിക്ക് ക്രീം, TUC ബിസ്ക്കറ്റ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഫ്രഷ് ക്രീം പകരം നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുക. പക്ഷെ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ തിക്ക് ക്രീം, ഇത് മൂന്നെണ്ണം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാമെന്ന് വേണ്ടത്. ഞാൻ ഫ്രഷ് ക്രീം മിൽക്കി മിസ്റ്റിൻ്റെ 2 ബോട്ടിലാണ് 250 ml. അപ്പോൾ ഞാൻ അതും പിന്നെ പറയുന്നത് മിൽക്കി മെയ്ഡാണ്. മിൽക്കി മെയ്ഡ് ഞാൻ ആവശ്യത്തിന് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെറിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, വലിയതല്ല എടുത്തത്. ഞാൻ ഈ ചെറുതിൻ്റെ എന്താ പറയുക ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഈ മിൽക്കി മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിക്ക് ക്രീം ഞാൻ ബലദിനൻ്റെ തിക്ക് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തിക്ക് ക്രീം വേറെ എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ഖത്തറിലുള്ള ടൈമാണ്. അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടീ ടൈമിൽ നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈമാണ് ഞാൻ ഈ ഒരു പുഡിങ്ങിനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ പേര് മഹല്ലബിയ എന്നാണ് പേര്. അപ്പോൾ ഞാനിത് എനിക്ക് ഫസ്റ്റ് ടൈം കഴിച്ചത് മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ഇപ്പോഴാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് അതിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ ഏകദേശം ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ തിക്ക് ക്രീം ഇവിടെ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു തിക്ക് ക്രീമിന് വേണ്ടി. പക്ഷെ അന്നേരം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു എന്താ പറയുക തിക്ക് ക്രീം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കീണതായിരുന്നു. പക്ഷേ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ ഇത്രയും രണ്ട് വർഷമായി ഞാനിത് കഴിച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, അന്നേരം കഴിച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാനിതെല്ലാം ഒരുമിച്ച് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഒരു കട്ട ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ അത് സ്മൂത്തായിട്ട് കിട്ടണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിക്ക് ഒരു വിസ്കി ഉപയോഗിച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഞാൻ മധുരം ആവശ്യത്തിന് നോക്കിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിൽക്കി മെയ്ഡാണ്, അത്യാവശ്യം മിൽക്കി മെയ്ഡ് യൂസ് ചെയ്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഡിംഗ് ട്രേ എടുത്തതിന് ശേഷം നമ്മളൊരു ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്യുക. 2 വശം കൂടി നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ലെയറായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് അത് വെച്ച് കൊടുക്കുക വേണ്ടത്. ബിസ്ക്കറ്റ് വേഗം പൊടിഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് അത്രയും നേരിയതായത് കൊണ്ട് തന്നെ വേഗം പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബിസ്ക്കറ്റ് ഓൾമോസ്റ്റ് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പൊടിയാത്തത് കുറച്ചെണ്ണം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം എന്ത് ചെയ്യുക, ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക വേണ്ടത്. അത്യാവശ്യം നല്ല ബിസ്ക്കറ്റ് കവറാകുന്ന രീതിയിൽ തന്നെ ഇത് നല്ല പോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ബിസ്ക്കറ്റ് എടുക്കുക, പാലിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. അടുത്ത ലെയറായിട്ട് നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്രയും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ബിസ്ക്കറ്റ് കൂടുതലായിട്ട് കടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നില്ല. നേരെ മറിച്ച് ബിസ്ക്കറ്റിൻ്റെ ലെയറും കാര്യങ്ങളൊക്കെ കുറയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ക്രീമും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ലെവലായിട്ട് തന്നെ കിട്ടും. കാരണം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് അധികം ബിസ്ക്കറ്റ് വെക്കുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് മാത്രമേ കടിക്കത്തുള്ളൂ. അപ്പോൾ അത് അത്ര വലിയ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ 2 ലെയർ ആകുമ്പോൾ അത്രയും നല്ലതാണ്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈ പാന് ഒന്ന് ചൂടാക്കി അതിൽ ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം വെർമസെല്ലി കുറച്ചൊന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വേറെ ഒന്നിനും അല്ല, അതൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിടുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ വെർമസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്.
കാര്യമായിട്ട് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഇവിടെ ആ ടീ ടൈമിൽ നിന്ന് ഇങ്ങനെയൊരു രീതിയിലാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു രീതി തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ഞാൻ വെർമസെല്ലി യൂസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട്, ബദാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ക്രീം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. അത് വെറുതെ തന്നെ ബിസ്ക്കറ്റ് ഒന്നും ഇടാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ്. ഇവിടെ നിന്നൊക്കെ ആക്കി കൊടുത്തപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്രീം തന്നെ തന്നാൽ മതിയായിരുന്നു, ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഇതിന് കാഷ്യൂനട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു, ഇങ്ങനെ കടിച്ചിട്ടൊക്കെ തിന്നാൽ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ പുഡിങ്ങിൻ്റെ 2 ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ വെർമസെല്ലി ഒന്ന് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇവരേക്കും ബൈ.